ക്രിസ്മസിന് ബീഫും പോർക്കും മീനും മാത്രമല്ല വെറൈറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ട്രൈ ചെയ്യാനൊരു അടിപൊളി മുട്ട കൊണ്ടുള്ളൊരു ഉലർത്താണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താമസിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാനിവിടെ 5 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം തണുക്കാൻ മാറ്റി വയ്ക്കാം. മസാലക്കൂട്ട് റെഡിയാക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും 7-8 മണി കുരുമുളകും 2 വറ്റൽമുളകും ഒരു 5-6 വെളുത്തുള്ളിയും കൂടി എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കണേ. അതിനുശേഷം വളരെ ചെറിയ കഷ്ണം തക്കാളിയും പകുതി സവോളയും കൂടി എടുക്കാം. ചുവന്നുള്ളിയാണ് ടേസ്റ്റ്. ഞാൻ എളുപ്പത്തിന് സവോള എടുത്തതേ ഉള്ളൂ. അതും കൂടി ചേർത്തതേ ഈ അരപ്പൊന്ന് റെഡിയാക്കി വെക്കണം. മുട്ട പുഴുങ്ങിയതൊക്കെ ഇതേ 4 കീറി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഗ്യാസ് ഓൺ ആക്കിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പിക്കൊക്കെ വെളിച്ചെണ്ണയാണ് നല്ലത്. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പച്ചമുളക് ഇങ്ങനെ ചരിച്ചിങ്ങനെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി വെതറി കൊടുക്കാമേ. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ കൂട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ ഒരുപാട് വേണ്ട. അതുകൊണ്ടാണ് ഇത്രയും ഒരു 8 മണി കുരുമുളക് എടുത്തത്. ഇനി ഈ അരപ്പിൻ്റെയൊക്കെ പച്ച മണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ വഴറ്റി കൊടുക്കണം. ചെറിയ തീയിലിട്ട് വഴറ്റുന്നതാണേ നല്ലത്. നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൊരിഞ്ഞ് വരണം. ആ ഉള്ളിയൊക്കെ ഒന്ന് മൊരിയുന്നൊരു മണം ഉണ്ടല്ലോ, അത് വരണം. അപ്പോൾ ക്രിസ്മസിന് ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ഇനി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് ഉലർത്തിയതും ചിക്കൻ ഉലർത്തിയതൊക്കെ ചെയ്യാറില്ലേ, അപ്പോൾ വെറൈറ്റിക്ക് വേണ്ടിയിട്ട് മുട്ട ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ. വിരുന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സ്റ്റാർ ആവാൻ കിട്ടും. ഇനി നമുക്കിതിലേക്ക് പിരിയൻ മുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അത് 1 ടേബിൾ സ്പൂണ്, നിറച്ച് വേണ്ട, എന്നാൽ 1/4 ടേബിൾ സ്പൂണും അല്ല, ആ ഒരു ഇടയ്ക്ക് നിൽക്കുന്ന വരുമോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ ഒരു ഇച്ചിരി വെള്ളവും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കാരണം എങ്കിൽ മാത്രമേ ഈ പൊടികളൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ച് വരത്തുള്ളൂ. ഇനി ഇതിൽ എക്സ്ട്രാ നമുക്ക് ഗരം മസാല ഒന്നും വേണ്ട. ഈ പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ മാത്രം മതിയേ. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുവരെ ചേർത്തിട്ടില്ലായിരുന്നു. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണേ. എന്നിട്ടതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഇനിതേ നമ്മുടെ മുട്ട ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനിയാണ് ഭയങ്കര ടാസ്ക് കേട്ടോ. കാരണം ഇത് പൊടിഞ്ഞു പോകാതെ പതിയെ വേണം ഇളക്കി കൊടുക്കാൻ. പിന്നെ ഗ്രേവി കുറച്ചും കൂടെ ലൂസായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരുവത്തിനാക്കി എടുക്കാം. ഇത് ഒരു ഉലർത്ത് പെരട്ടെന്നൊക്കെ പറയുമ്പം ആ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് ഞാൻ എടുത്തത്. ഇനി ഇതേ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം. എളുപ്പപ്പണിയാണ് കേട്ടോ. മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. എന്നാൽ അതിന് ടേസ്റ്റ് ആണെങ്കിലും അപ്പാരാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് ചൂടോടെ പോയി മുട്ടയൊക്കെ മേടിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് ഇടണം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും വരാം. താങ്ക്